ഓപ്പറേഷൻ കൂടാതെ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് അസ്നയും കൂടെ കണ്ണൂർ കേക്ക് സ്റ്റുഡിയോയിലേക്കാണ് ആദ്യം പോയത്. ഒരു കോർണർ സീറ്റ് കിട്ടി. അവിടെ നിന്ന് ആരെ അറ്റൻഷൻ ഇല്ലാതെ വ്ളോഗ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെയും പ്ലാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായത് കാരണം നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല. അത് കാരണം നമുക്ക് ആ സീറ്റിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മെനു കാർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഏകദേശം ഉറപ്പായി. 2025 ഞങ്ങളുടെ രണ്ടാളുടെ റെസൊല്യൂഷനായിരുന്നു ഷുഗർ കട്ടും നോ ജങ്ക്സും നമുക്ക് കുറച്ച് നേരത്തേക്ക് മറക്കേണ്ടി വരും. അങ്ങനെ ഒരു ബ്ലൂബെറി ചീസ് കേക്കും ഒരു പാനിപ്പൂരിയും ഒരു മസാലപ്പൂരിയും നമ്മൾ പറഞ്ഞു. പിന്നെ 2 ബദാം ഷേക്കും പറഞ്ഞിരുന്നു. ബദാം ഷേക്കിനെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം അസ്ന പയ്യെ ബ്ലൂബെറി ചീസ് കേക്ക് കഴിച്ചു തുടങ്ങി. ഇറ്റ് വാസ് സോ യമ്മി. ഞാനും അത് പയ്യെ കഴിച്ചു തുടങ്ങി. ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ ചാറ്റ്സൊക്കെ ഓക്കെ ഈശായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടെ സെൻട്രൽ മോളിലേക്ക് പോയി. സെൻട്രൽ മോളിലെ വൈബിയിൽ ചെന്നിട്ട് അസ്നയ്ക്ക് ഡീറ്റാനും എനിക്ക് ഹെയർ കട്ടും ചെയ്യാനായിരുന്നു പ്ലാൻ. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്ത ഒരു പ്ലാൻ ആയത് കാരണം നമ്മൾ രണ്ടാളും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോയിൻമെൻറ്റ് നേരത്തെ ബുക്ക് ചെയ്യാത്ത കാരണം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര ഡിലേ ഉണ്ടാവും നമുക്കറിയില്ലായിരുന്നു. പിന്നെ എന്നാലും എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്യാം എന്നുള്ള മൈൻഡിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളവിടെ റിസപ്ഷൻ്റെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം അവരധികം ഡിലേ ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മളെ വിളിച്ചു. ലൈക്ക് അസ്നൻ്റെ ഡീറ്റാനും കൊണ്ടുപോയി. പിന്നെ ഞാൻ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഹെയർ കട്ടിന് കൊണ്ടുപോയി. ഫസ്റ്റ് ഹെയർ വാഷിന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വെരി റിലാക്സിങ്. അധികം ഹെയർ ലെങ്ത് കുറയ്ക്കാതെ തന്നെ ഹെയർ കട്ട് ചെയ്യാന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. ബട്ട് ഐ റിയലി വോണ്ടഡ് ഫേസ് ഫ്രെയിമിങ് ബാങ്ക്സ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഫ്രെയിമിങ് ബാങ്ക്സ് എന്നായിരുന്നു ഹെയർ കട്ട് തുടങ്ങിയത്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ഗുഡ് ആൻഡ് ഓൾ. പിന്നെ ഈ ഹെയർ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ തറയിൽ കിടക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ. എന്നാലും നല്ല ഒരു കാര്യത്തിന് വേണ്ടി ആയത് കാരണം അധികം വിഷമമൊന്നും വന്നില്ല. ആൻഡ് ദെൻ അപ്പറേ അസ്നൻ്റെ ഡീറ്റാനിങ് എല്ലാം കഴിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് റിയലി ക്യൂട്ട്. ലൈക്ക് നല്ല രസമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. പിന്നെ അസ്ന ഡീറ്റാൻ കഴിഞ്ഞിട്ട് അസ്ന എൻ്റെ ബ്രോസ് വരച്ചുകൊണ്ടിരിക്കുക. അസ്ന കാൻ റിയലി ഗോ വിത്തൗട്ട് ബ്രോസ്. ആൻഡ് ഞാൻ എൻ്റെ ഹെയർ മിററിൽ കണ്ടിട്ട് വീണ്ടും ഫ്ലെക്സ് ചെയ്യായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് ദെൻ അസ്ന ലുക്കിംഗ് സോ ക്യൂട്ട് ആൻഡ് ഓൾ. നമ്മളെ ഹെയർ കട്ടും ഓവറായി, നമ്മളെ അസ്നേൻ്റെ ഡീറ്റാനും ഓവറായി. അസ്നയുടെ മുഖത്ത് ഗ്ലോ കണ്ടു ഗൈസ്. അസ്നയുടെ ഗ്ലോ അത്രയ്ക്ക് ഗ്ലോ ഒന്നും ഇല്ല. എൻ്റെ അത്ര ഗ്ലോ ഇല്ല. ആക്ച്വലി ഇതിനെ താഴ്ത്തോട്ട് എസ്കലേറ്റർ ഇല്ല. സ്റ്റേഴ്സ് വഴി തന്നെ പോകേണ്ടി വരും. അങ്ങനെ തിരിച്ച് നമ്മൾ 8:30 ബസ്സിന് പോകാൻ വേണ്ടി KSRTC ബസ്സിൽ കയറിയിരിക്കുകയാണ്. കുറച്ച് ഇനിയിപ്പം നല്ല കാറ്റൊക്കെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത് എൻ്റെ ഹെയർ ഒരു ടാർസിൻ്റെ ഹെയർ പോലെ ആയി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ ബൈ.